പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മൾ വടക്ക് നിന്ന് തുടങ്ങി കാസർഗോഡ് കടന്ന് ഇപ്പോൾ കണ്ണൂരാണ്. വെൽക്കം ടു പൊളിറ്റിക്കൽ കണ്ണൂർ. ഇവിടെ ഒരു രാഷ്ട്രീയ എൽ ക്ലാസിക്കോ. KPC അധ്യക്ഷനും ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും നേർക്കുനേർ നിൽക്കുമ്പോൾ ആര് വാഴും ആര് വീഴുമെന്ന ചോദ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വായോ നമുക്ക് തുടങ്ങാം. ഇവിടെ രാഷ്ട്രീയം പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ണൂരുകാർ, നമ്മുടെ 24 കണക്ട്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഇവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ശ്രീമതി PP ദിവ്യ, റിജിൽ മാക്കുറ്റി, ശ്രീ KK വിനോദ് കുമാർ എന്നിവർ നമ്മുടെ ഈ ചർച്ചയിൽ ചേരുന്നു. അല്പസമയത്തിനകം തന്നെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രേക്ഷക നിമിടമാകും, ഇവിടെ പൗര നിമിടമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. റിജിൽ മാക്കുറ്റി, എന്താണ് MV ജയരാജന്റെ വിജയം ഉറപ്പിച്ചു. അപ്പോൾ ആ പരാജയ ഭീതിയിൽ സ്മൃതിമന്ദിരങ്ങൾ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങൾ, നിങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടിയും ഒരു പരാജയ ഭീതി ഉണ്ടോ റിജിൽ മാക്കുറ്റി? ഞങ്ങൾക്ക് ഒരു പരാജയ ഭീതിയുമില്ല. കണ്ണൂർ CPM-ന്റെ കോട്ട എന്ന് പറയുന്ന കോട്ടക്കകത്താണ് കഴിഞ്ഞ തവണ ശ്രീ K സുധാകരൻ 1 ലക്ഷത്തിലോളം വോട്ടിന് വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയത്. തീർച്ചയായും അതിനേക്കാളും നല്ല ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയമായാലും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയവും എല്ലാം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം 2 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ വിജയിച്ച് പോകും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളില്ല. ഞങ്ങൾ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. സ്മൃതി മന്ദിരങ്ങളിൽ അല്ലെങ്കിൽ കെമിക്കൽ ലായനി ഒഴിക്കുന്നു എന്ന് നിങ്ങളെ ഉന്നമിച്ച് പറയുന്നതാണോ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്തൂപങ്ങളോ മറ്റ് പിന്നെ ഇവരുടെ പ്രതിമകൾക്കൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ആരാണ് പോലീസ് കണ്ടുപിടിക്കണം. കോൺഗ്രസ് ഒരിക്കലും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. കോൺഗ്രസിന് അങ്ങനെ ഏതെങ്കിലും പ്രതിമയുടെ മേൽ കരിയോയിൽ ഒഴിച്ച് അല്ലെങ്കിൽ സ്തൂപത്തിന് മേൽ കരിയോയിൽ ഒഴിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന് ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന പാർട്ടിയുമല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നിഷ്പക്ഷമായ ഒരു ഇതിന്റെ പിന്നിൽ K സുധാകരന്റെ അറിവ് ഇതിനുണ്ട്. മാത്രമല്ല, നിങ്ങൾ കോൺഗ്രസ് ഓഫീസിൽ കയറി നോക്കൂ, അവിടെ അടിച്ചു വെച്ച ഫ്ലെക്സുകൾ അങ്ങനെ അട്ടിയടുക്കിയിരിക്കുകയാണ്. ഇവിടെ യാതൊരു പ്രവർത്തനവും കോൺഗ്രസ് നടത്തുന്നില്ല. അങ്ങനെ തോൽവി സംബന്ധിച്ചു എന്നൊക്കെ പ്രാദേശിക നേതാവ് പറയുകയാണ്. CPM-ന്റെ ബാലിശമായ ആരോപണമാണ്. ഞങ്ങൾ ശക്തമായി ശ്രീ K സുധാകരനെ കണ്ണൂരിൽ അറിയാത്തവരാരുമില്ല. പ്രചരണ രംഗത്ത് സജീവമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. എല്ലാ മേഖലകളിലും അതിശക്തമായ രൂപത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. വ്യക്തിപരമായും അതോടൊപ്പം തന്നെ വ്യക്തിഹത്യ നടത്തിയും ഉള്ള രാഷ്ട്രീയ പ്രചരണമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാലാകാലമായി K സുധാകരനെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായും അത് ആരാണ് അത്തരത്തിലുള്ള എല്ലാ വ്യക്തിഹത്യകളെയും അതോടൊപ്പം തന്നെ ഉള്ള എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട രൂപത്തിലുള്ള കമൻറ്റുകൾ നടത്തിയും മുമ്പോട്ട് പോയത് K സുധാകരൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. അങ്ങനെയെല്ലാം നടത്തിയിട്ടും കണ്ണൂർ പോലെയുള്ള CPM-ന്റെ ഉരുക്കുകോട്ടയിൽ പിണറായി വിജയന്റെ തട്ടകത്തിൽ അദ്ദേഹമാണ് ജയിച്ചു കയറിയെന്ന് പറയുമ്പോൾ കണ്ണൂരിലെ CPM-കാർ പോലും അത് വിശ്വസിക്കുന്നില്ല എന്നതിന് തെളിവാണ് K സുധാകരന്റെ വിജയം. ഇന്ന് രാജ്യം അനുഭവിക്കുന്ന വലിയ വിഷയമുണ്ട്. രാജ്യത്തെ BJP സംഘപരിവാറും രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായി വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ രാജ്യത്തെമ്പാടും നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട്. അതിന് താതാത്മ്യം പ്രാപിക്കാൻ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അതോടൊപ്പം പിണറായി വിജയനും അതോടൊപ്പം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പകൽ പോലെ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം, ഈ നാട് ഭരിച്ച് മുടിച്ച് കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം പോയ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ, സാക്ഷാൽ തളിപ്പറമ്പിൽ ലീഡാണ്. മട്ടന്നൂർ ധർമ്മടമടക്കം നിങ്ങളുടെ ലീഡിടിവാണ്. അപ്പോൾ ആ ഷോക്ക് ഇത്തവണ CPM മാറ്റും എന്ന് ഉറപ്പാണ്. ഇത്തവണ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഒരു ഇടത് തരംഗം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തരംഗമുണ്ടാകും തീർച്ചയായിട്ടും. മറ്റൊന്ന്, കണ്ണൂർ മണ്ഡലത്തിൽ ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി പോലും എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കറിയാം. നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. കാരണം 5 വർഷക്കാലത്തെ K സുധാകരൻ MP-യുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്കെല്ലാം പരസ്യമായി കയ്യിൽ ലഭിച്ചിരിക്കുന്നു. ആ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ച ഒരാൾ പോലും സുധാകരൻ MP ഇനി കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പോലും നിൽക്കരുത് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ കണ്ണൂരിൽ പോലും നിൽക്കുന്നില്ല എന്ന് ആദ്യഘട്ടം പറയുകയും കേന്ദ്ര നേതാക്കളുടെ നിർബന്ധ പ്രകാരമാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഈ UDF-ന്റെ കേന്ദ്രങ്ങളിൽ തന്നെ അദ്ദേഹം വോട്ട് ചോദിച്ചു പോയ സമയത്ത് പരസ്യമായിട്ട് UDF-ന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ തടയുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൊയ്യത്ത്, തളിപ്പറമ്പ്, അതിവിടെ ലീഗിൻ്റെ സ്വാധീനം, UDF-ന് ഏറ്റവും ശക്ത കേന്ദ്രം, അവിടെ പോലും K സുധാകരൻ MP-യെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. MP എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തത്? കഴിഞ്ഞ 5 വർഷക്കാലം കണ്ണൂരിന് വേണ്ടി കണ്ണൂരിൻ്റെ MP ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല,
ഒരു ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് കേരളത്തിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയും പാർലമെൻറ്റിനകത്ത് ഉണ്ടായിട്ടില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരിൻ്റെ നഗരഹൃദയത്തിൽ ഏതാണ്ട് 60 ലക്ഷം ആളുകളാണ് ഒരു വർഷം മാത്രം ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഈ കാര്യം പലതവണ കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടെ 4ാമത്തെയും 5ാമത്തെയും പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങുന്ന സമയത്ത് ആ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നു. പക്ഷേ ആ പാട്ടത്തിന് കൊടുക്കുമ്പോൾ പോലും നമ്മുടെ MP എന്തുകൊണ്ടാണ് ഒരു ചോദ്യം പോലും ചോദിക്കാത്തത്? കണ്ണൂർ വിമാനത്താവളം നോക്കുകുത്തിയായി നിൽക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭാ MP ഈ കാര്യം ചോദ്യം ചെയ്യുന്നു. പക്ഷെ അവിടെയും ഈ പറയുന്ന നമ്മുടെ കണ്ണൂരിന്റെ MP നോക്കുകുത്തിയായി നിൽക്കുകയാണ്. വികസനം ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇത് കണ്ണൂരാണ്, ഇവിടെ വികസനം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുക, രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് KPC അധ്യക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ CPM-ന്റെ കോട്ടകളിൽ നേർക്കുനേർ എന്താണ് ഫൈറ്റ് ചെയ്ത നേതാവാണ്. അപ്പോൾ കെ സുധാകരൻ 2ാം ഊഴം തടയാൻ തോൽപ്പിക്കാൻ MP ജയരാജൻ കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കെ സുധാകരൻ തോൽക്കും. കാരണം രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ഭാവി, അതെല്ലാം വളരെ ആശങ്കയിലാകുന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ MP-യെ കണ്ണൂരിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി BJP-ക്കാരുടെ കൂടെ ഇരിക്കില്ല എന്നൊരു ഗ്യാരണ്ടിയും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ. പണ്ട് RSS-ന്റെ ശാഖയ്ക്ക് കാവിൽ നിന്ന ആളാണ്. BJP-യിലേക്ക് താങ്കൾ പോകുമോ എന്ന ചോദ്യത്തിന് എനിക്കുറപ്പില്ല, ഞാൻ ചിലപ്പോൾ പോയേക്കാം എന്ന് പറഞ്ഞ ആളാണ്. പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് 5 ബില്ലുകൾ വരുന്ന സമയത്ത് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആശങ്കയിലാഴ്ത്തുന്ന പല വിഷയങ്ങളും വന്നപ്പോൾ അവിടെ കോട്ടണ കൂടി ചോന്തനെ പോലെ കുത്തിയിരിക്കാൻ വേണ്ടി ഒരാൾ പോയിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? അത് തന്നെയാണ് കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾ ചോദിക്കുന്നത്. വിനോദ് കുമാർ, ഇപ്പോൾ ഇവിടെ PP ദിവ്യയുടെ പാർട്ടിക്ക് അവരുടെ ആധികാരികമായ നേതാവാണ്, അവരുടെ ജില്ലാ നേതാവ്, അവരുടെ ജില്ലാ സെക്രട്ടറിയാണ്. റിജിൽ മാക്കുട്ടിയുടെ പാർട്ടിക്ക് അവരുടെ KPC അധ്യക്ഷൻ മത്സരിക്കുന്നു, ആധികാരിക നേതാവാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ 10-30 വർഷമായി ഈ പറയുന്ന മോദി വിരുദ്ധതയും BJP വിരുദ്ധതയും മാത്രം പറഞ്ഞു നടന്ന ഈ കഴിഞ്ഞ ഡിസംബറിൽ മാത്രം പാർട്ടിയിലേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. എന്തൊരു കഷ്ടമാണത് ശ്രീ വിനോദ് കുമാർ. ഈ തെരഞ്ഞെടുപ്പ് LDF-ഉം UDF-ഉം കേരളം കഴിഞ്ഞാൽ CPM-ഉം കോൺഗ്രസും ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് വിരുദ്ധ ചേരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. CPM-ന്റെ നേതാക്കൾ പറയുന്നത് അവർ മത്സരിക്കുന്നത് ഭരിക്കാൻ ഉള്ള ഒരു വിശ്വാസത്തിനൊന്നുമല്ല. അവർക്ക് കോൺഗ്രസിൻ്റെ MP-മാരെ സംരക്ഷിക്കണം. കോൺഗ്രസ്സുകാർ പറയുന്നത് അവർക്ക് ഭരിക്കാൻ വേണ്ടിയാണെന്ന് കോൺഗ്രസ് പറയുന്നില്ല. അവർക്ക് നിലവിലുള്ള സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദാര്യം കൊണ്ട് 5 വർഷത്തേക്ക് ഓക്സിജൻ നീട്ടിക്കൊടുത്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന വോട്ടിംഗ് ശതമാനം ഇല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അതുകൊണ്ടാണ് AK ബാലൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത് ഈനാംബേജി ആയിരിക്കും, അല്ലെങ്കിൽ തേളായിരിക്കും, ഇത്തരം ചിഹ്നങ്ങളൊക്കെ ആയിരിക്കും. അല്ല, അവരുടെ ഇൻഡോർ മീറ്റിംഗിൽ പറയും AK ബാലൻ, അവർ നേതാക്കൾ അവരുടെ പ്രവർത്തകരോട് പറയും. അത് വലിയ കുറ്റമാണോ? അതായത് നേതാക്കൾക്ക് പോലും പ്രതീക്ഷയുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഈ ഏതൊക്കെ അർത്ഥത്തിലാണ് തെരഞ്ഞെടുപ്പ് നിർണായകമാവുക എന്ന കൂട്ടത്തിൽ ഒരു പോയിന്റ് AK ബാലൻ പറഞ്ഞു. ശരിയാണ്, തെറ്റാണോ? അല്ല, AK ബാലൻ സത്യം പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നിലവിൽ CPM-ന് 1% വോട്ട് പോലും ഇന്ത്യയില്ല. ആഫ്റ്റർ നെഹ്റു EMS എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ EMS ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒരു കാലത്ത് പറഞ്ഞത്. അത് നെഹ്റുവിന് ശേഷം EMS-ഓ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായില്ലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്ന സ്വാധീനം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നഷ്ടപ്പെട്ടു. ബംഗാളും ത്രിപുരയും സംസ്ഥാനങ്ങളൊക്കെ CPM-ൽ നിന്നും പോകുന്നത് നേതാക്കന്മാർ മാത്രമല്ല. ശരി, പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി അവതരിപ്പിക്കാൻ ഒരു മുഖം ഇവിടെ ഇല്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തകരെ ബോധിപ്പിക്കുക ഈ വന്ന സ്ഥാനാർത്ഥി BJP-കാരനായി? എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് പ്രവർത്തകരെങ്കിലും? കഴിഞ്ഞ 10 വർഷം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന വിപ്ലവകരമായ പുരോഗതി ഇന്ന് അതുവരെ ഈ ഭാരതം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ നല്ല ഭരണം, സദ്ഭരണം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് പരിഹാരമുണ്ടാക്കിയ സാഹചര്യം. ഇവിടെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി. അതുപോലെ ഇവിടെ ജനൌഷധി സംവിധാനങ്ങൾ, അതുപോലെ നിരവധി പദ്ധതികൾ.
പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതികൾ, സുകന്യ സമൃദ്ധി യോജന, അങ്ങനെ നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാകുന്നു. ഗതാഗത രംഗത്തുണ്ടായിരുന്ന പുരോഗതി, ദേശീയപാത 60,000 കിലോമീറ്ററാണ് കഴിഞ്ഞ ഈ 10 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ശരി സാർ, നിങ്ങളുടെ ആ രാഷ്ട്രീയത്തിന് വികസന രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാരനെ ഒരു സ്ഥാനാർത്ഥി നിർത്താത്ത എന്താണ്? എന്തിനാണ് മറ്റു പാർട്ടിയിൽ നിന്നും വളരെ കൊതിയോടുകൂടി നിങ്ങൾ സ്ഥാനാർത്ഥി കൊണ്ടുവന്നത്? അത്ര ദാരിദ്ര്യമാണോ ബി ജെ പിക്ക്? അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നിരുന്ന വിഭീഷണൻ ധർമ്മത്തിന്റെ പക്ഷത്ത് പോയിട്ട്, ശ്രീരാമന്റെ പക്ഷത്തേക്ക് പോയിട്ട് അധർമ്മത്തിനെതിരെ പോരാടിയ യാഥാർത്ഥ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെയാണ് സി രഘുനാഥ്. കോൺഗ്രസിന്റെ ഇത്ര കാലത്തെയുള്ള നെറികെട്ട ഭരണത്തിനെതിരായി, ഈ രാജ്യത്തെ തകർത്ത ഭരണത്തിനെതിരായി, 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച ഈ രാജ്യത്തെ തകർത്ത കോൺഗ്രസിനെതിരായി, ആ കോൺഗ്രസിൽ നിന്ന് ആളുകൾ, ഒരു രഘുനാഥ് മാത്രമല്ല 100 കണക്കിന് നേതാക്കന്മാർ, അവരുടെ MP-മാർ കേരളത്തിൽ കോൺഗ്രസിന് വളർച്ചയുണ്ടാക്കിയത് കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന കെ കരുണാകരന്റെയും AK ആന്റണിയും മക്കൾ ഇന്ന് BJP പക്ഷത്താണ്. എത്ര വോട്ട് വരും അവരുടെ കൂടെ? എത്ര പേര് വന്നാലും അങ്ങനെ നിരവധി ആളുകൾ ഇന്ത്യയിൽ തന്നെ. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ അഡ്മിറ്റ് പോലും പോലെന്നാ പറയുന്നത്. പത്മജ പാർട്ടി വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഫേസ്ബുക്കിൽ വരുന്നു, ED പേടിച്ച് പാർട്ടി വിടുന്നു. ഇന്നലെ വരെ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും കോൺഗ്രസ്സുകാർക്ക് നല്ല ആളുകളായിരുന്നു. BJP പക്ഷത്തേക്ക് പോകുമ്പോൾ അവർ മോശക്കാരാണ്. കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടി അങ്ങനെ തന്നെയാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടി അങ്ങനെ തന്നെയാണ്. MP ജയരാജന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ MP ആദ്യം പറയുന്നത്, ഞാൻ വോട്ട് ചെയ്ത് പോയാൽ BJPയിലേക്ക് പോകില്ലെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ KPC അധ്യക്ഷനാണ്, ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോഴും ചോദിച്ചാൽ പറയും എനിക്ക് തോന്നിയാൽ ഞാൻ പോകുന്നു പറയും. എന്തുറപ്പിൽ വോട്ട് ചെയ്യണമെന്നാണ് കെ സുധാകരൻ? ശ്രീ ഹാഷ്മി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഒരുപാട് നിരത്തിയിരുന്നു. ഇതാ കെ സുധാകരൻ BJPയിലേക്ക് പോകുന്നു. ആരാണ് ഈ കേരളത്തിൽ BJPയുമായിട്ടുള്ള ബാന്ധവരാണ്? ആരാണ്? EP ജയരാജൻ എന്ന് പറയുന്ന LDFന്റെ കൺവീനർ. ആ കൺവീനറുടെ ബിസിനസ് പാർട്ണർ ആരാ? രാജീവ് ചന്ദ്രശേഖറാണ്. ആ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും EP ജയരാജന്റെ ഭാര്യയും തമ്മിൽ അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് എന്ന തെളിവ് റിജിൽ മാക്കുറ്റി ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? EP ജയരാജന്റെ ഭാര്യയും ജയരാജൻ നടത്തുന്നില്ല. EP ജയരാജന്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖരൻ പാർട്ണർഷിപ്പാണ്. മാത്രമല്ല ആ രാജീവ് ചന്ദ്രശേഖരനെതിരായി DYFI-കാർക്ക് 2016/1/2018 കേസ് കൊടുത്തിരുന്നു. DYFIയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി. എന്താ കേസ് എന്നറിയോ? ഈ രാജീവ് ചന്ദ്രശേഖർ IPC 153 പ്രകാരം കലാപാഹ്വാനത്തിന് പരാതി കൊടുത്തു. പിൻവലിച്ചു എന്ന് പറയുമ്പോൾ പോലും ഞാൻ പണ്ട് ഷാഹിക്ക് കാവൽ നിന്ന ആളാണ്. ഈ അടുത്ത ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ BJPയിലേക്ക് പോവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ തോന്നിയാൽ പോകുന്നു പറയുന്ന നേതാവാണ്. ഈ RSSന്റെ കൊടിയുമായി ചേർന്ന് മത്സരിച്ച് MLA ആയി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, കെ സുധാകരൻ ഇതുവരെ RSSന്റെ വോട്ട് വാങ്ങിയിട്ടില്ല. ഏതോ കാലത്തിലുള്ള അടിസ്ഥാനരഹിതമായ പറയേണ്ട. ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാവിന്റെ വോയിസ് ശബ്ദരേഖ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. രണ്ടാമത്തെ കാര്യം, കാസർഗോഡ് അവിടെ ഒരു പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷത്തിനെതിരെ അവിശ്വാസ പ്രമേയം നടത്തിയിട്ടുള്ളത് BJPയുമായി കൂട്ടുകൂടിയിട്ടുള്ളതാണ്. ഇന്നലത്തെ കാര്യം പറയൂ. അല്ലാതെ ഇല്ലാത്ത തെളിവില്ലാത്ത ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് BJPയും തമ്മിൽ ഒരു ബന്ധമില്ല. കോൺഗ്രസും BJPയും ജയരാജനെ വെട്ടിനുറുക്കിയ കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടു. അദ്ദേഹം നീതി കൊടുത്തു. നിങ്ങൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ED വരാത്തത് നിങ്ങളുടെ ബന്ധമാണ്. RSSുമായി BJPയുമായി ബന്ധം പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് EDയെ ഇന്ന് വല്ലാതെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഭയപ്പെടേണ്ടതുള്ളൂ. മടിയിൽ കനമുള്ളവർക്ക് പലരെയും ഭയപ്പാടുണ്ട്. ED എന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥാപനമൊന്നുമല്ല. പക്ഷേ അതിനുശേഷമാണ് വേട്ട തുടങ്ങിയെന്നാ പറയുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ED വേട്ട തുടങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാർലമെന്റിൽ ED വരും, ഭയപ്പെടുത്തി ഒരു BJPയുടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നിരയെ നോക്കിക്കൊണ്ട് ED വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ? നിങ്ങളെ നിഷേധിക്കാൻ പറ്റുമോ?
ഇ ഡി റെയ്ഡിന് പിന്നാലെ മേധ, ഇ ഡി റെയ്ഡിന് പിന്നാലെ മേഘ, ഇ ഡി റെയ്ഡിന് പിന്നാലെ എത്ര കമ്പനികൾ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് കടക്കുന്ന ദിവസമാണ്. ഇ ഡി റെയ്ഡിന് തൊട്ട് പിന്നാലെ ബി ജെ പിക്ക് കമ്പനികൾ സഹസ്ര കോടികൾ വാരി വീശ് കണക്കുകൾ ദിവസമാണ്. നിങ്ങൾ ഇ ഡി പറ്റി പറയല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാര് ബി ജെ പിക്കാരാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. 9,000 കോടിയാണ് ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയിരിക്കുന്നത്. 9,000 കോടി. ശരി 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 ഓക്കെ ഓക്കെ എത്താം. അപ്പൊ എന്തായാലും നമ്മൾ മോദിയുടെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കഴിഞ്ഞാൽ ഇവയെല്ലാം നമ്മൾ കണ്ണൂരാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം അഗ്രസീവ് ചർച്ച ചെയ്യപ്പെടുന്ന ആ ജില്ലകളിലൊന്ന് അത് കണ്ണൂരാണ്. ഇവിടെ പൊടിപാറും പോരാണ്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരുകാർ എത്തിയിട്ടുണ്ട്. അവരോട് ചോദിക്കാം ആരാണ്, എന്താണ് പ്രതീക്ഷ? ചേട്ടാ എന്താണ്, ആര് ജയിക്കുന്ന ഉറപ്പാണോ? എന്തുകൊണ്ടാ? വ്യക്തിപരമായിട്ട് വോട്ടുണ്ട് അല്ലേ? ആണ്, അല്ലാതെ എം പി എന്നുള്ള നിലയ്ക്ക് ആന്റി ഇൻകംബൻസി ഒന്നുമില്ലെന്നാ പറഞ്ഞത്. എന്തായാലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേരെ കുറിച്ച് പറയുന്ന പോസിറ്റീവുകളും രണ്ടുപേരെ കുറിച്ച് പറയുന്ന നെഗറ്റീവുകളും തുല്യമാണ്. പ്രവചനായുധമാണ്. ആരും ജയിക്കാം ആണോ? ആരും ജയിക്കാവോ? അങ്ങനെയാണോ? അല്ല, ഇവിടെ പിന്നെ കെ സുധാകരൻ തന്നെ ജയിക്കും. ആണോ? എം വി ജയരാജൻ ജയിക്കും. എന്തുകൊണ്ടാ? എന്താ വെച്ചാൽ അവിടെ പോയിട്ട് കളക്കാനാണ് പോകുന്നതെന്ന് സുധാകരൻ ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ ആളിങ്ങനെ കളക്കേണ്ട പണി ഇവിടെ എടുത്താൽ മതി, ഇവിടെ തന്നെ കളിച്ചാൽ മതി, അങ്ങ് പോയി കളക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് മനസ്സിലായി. അവിടെ പോയിട്ട് എന്താ കളക്കാനാണ് നിങ്ങളോട് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെല്ലോ ആയിട്ടുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ അപ്പുറം ഇരുന്നിട്ട് പോലും പത്രസമ്മേളനം പോലും നടത്താൻ മര്യാദ എന്നെല്ലാം നിങ്ങൾ കേട്ടല്ലേ? ആ വാക്കെല്ലാം നിങ്ങൾ സ്പീക്കർ മൈക്ക് ഓഫ് ആക്കാലും പറഞ്ഞല്ലേ? അപ്പൊ ഇത് പോയി റിലേ പോയിട്ടാവുള്ളൂ. പിന്നെ ഇവര് ജയിച്ചിട്ട് എന്താ വേണ്ട, ഇവര് ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇവിടെ മത്സരിക്കുന്നത് എന്നാ പറയുന്നത്. അപ്പൊ ചിഹ്നത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ചിഹ്നത്തിന് വേണ്ടിയില്ല നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാനും രാജ്യം തിരിച്ചു പിടിക്കാനുമുള്ള ജനാധിപത്യം അതായത് AKG പാർലമെന്റിൽ ഉണ്ടായിട്ട് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം എല്ലാവരും കേട്ടിന്. ഇപ്പൊ ആരിഫ് ഉണ്ടായപ്പോൾ ജോൺ പിട്ടാസ് ഉണ്ടായപ്പോൾ പ്രസംഗിക്കുമ്പോ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഒറ്റൊരാളായാലും ആശയവും നിലപാടും കൃത്യമായി പറയാൻ ഒരാള് ചിഹ്നത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്, മറ്റൊരാള് രാജ്യം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്നത്. ഈ മത്സരിക്കുന്നവർ ഒരാൾ കിളക്കാൻ പോണെന്നും പറഞ്ഞാ നിൽക്കുന്നത്. ഇപ്പൊ നമുക്കൊരു കേന്ദ്രമന്ത്രിനെയാന്ന് വേണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലെ ഒരാളെ ജയിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം NDA ജയിപ്പിക്കാനെന്നാണ്. ഇല്ല നേരത്തെ കോൺഗ്രസ് സി രഘുനാഥ് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് ജയിക്കും. കാരണം റിജിൽ മാക്കുറ്റിയുടെ പാർട്ടി ഗുണ്ടാപ്രാണിയെ കഴുത്തറിഞ്ഞ് കൊന്ന ഈ പാർട്ടിയുടെ നേതാക്കളാണ് അവിടെ മത്സരിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഗുണ്ടാ രാഷ്ട്രീയം കൊണ്ട് കണ്ണൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയ മാർക്സിസ്റ്റ് നേതാക്കളും മത്സരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ്. ആ രാഷ്ട്രീയത്തിന് കൂടായിരുന്നു ഡിസംബർ സി രഘുനാഥ്. ആ രാഷ്ട്രീയത്തിന്റെ ഒക്കെ കൂടായിരുന്നു കഴിഞ്ഞ ഡിസംബർ വരെ. നേരത്തെ വിനോദ്ജി പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഉപേക്ഷിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വന്നിട്ട് വികസനത്തിന്റെ പാതയിലൂടെ ഈ പാർട്ടി ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി 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 അല്ല പി ദിവ്യ, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ വേളയിൽ AK ബാലൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ചിഹ്നം നഷ്ടമാകും, പിന്നീട് ഈ പറഞ്ഞ ഈനാമ്പേച്ചിയുടെയോ അല്ലെങ്കിൽ മറ്റു മത്സരിക്കേണ്ടി വരും. അത് ഇലക്ഷൻ സമയത്ത് പറയേണ്ട ഒരു വർത്തമാനമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എടുത്ത് പിടിക്കുകയാണത്. അതില് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചോ പറഞ്ഞ കാര്യമല്ല. പാർട്ടി ഏതൊരു യോഗത്തിൽ വെച്ച് തമാശ രൂപേണ പ്രവർത്തകരോട് പറഞ്ഞൊരു വാചകമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട അതല്ല. അതായത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന നിലപാടുകളാണ് ഇന്ന് രാജ്യം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യം ഞെട്ടിക്കുന്ന ഈ ബോണ്ട് വിഷയം ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടിയാണ് എന്ന നല്ല ബോധ്യം വേണം. ഇതൊരു ചെറിയ പാർട്ടിയല്ല, ഇത് വലിയ പാർട്ടി തന്നെയാണ്. ഈ എണ്ണം നോക്കിയിട്ടല്ല, അതിനപ്പുറത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാജ്യസഭയ്ക്കകത്ത് ഇടതുപക്ഷത്തിന്റെ MP-മാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം മതി. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കാന്താരി ഒന്നും അറിയെന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ MP-മാർ 1, 2, 10, 200 സമാനമാണ്. മോഡിയെ താഴെ ഇറക്കാൻ മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ BJP-ക്കാർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വികസനം നടത്തിയിട്ട് ഈ വികസനത്തിന് വേണ്ടി വോട്ട്, ഇവർക്ക് എന്താണ് വോട്ട് കൊടുത്തിട്ട് കാര്യം എന്നൊക്കെയാണ്. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് മോഡി ഭരണം താഴെ ഇറങ്ങിയില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു വിപത്തായി മാറും. ഒന്ന്, മോഡി ഗ്യാരണ്ടി എന്താണ്? പെട്രോളിന് വില വർദ്ധിക്കുന്നു, ഡീസലിന് വില വർദ്ധിക്കുന്നു.
വർഷം തോറും 2 കോടി മനുഷ്യർക്ക് തൊഴിൽ നൽകുമെന്ന് പറയുന്നു, സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് പറയുന്നു, പാചകവാതകത്തിന്റെ സബ്സിഡി പോലും ലഭിക്കുന്നില്ല, 250-ൽ നിന്ന് ഇപ്പൊ കയറിയിട്ട് 1300-ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ല ഞാൻ പറയട്ടെ, അല്ലല്ല കേക്കൂ. അതായത് ഏത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ അയക്കാന്ന് പറഞ്ഞ കക്ഷികളാണ്. എന്നിട്ട് ഭരണത്തിൽ പോയിട്ട് ഉണ്ട്, അവിടെ ഉണ്ടാവും. ഈ 10 വർഷം തികഞ്ഞിട്ടും ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ പറ്റിയോ? ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്ത BJPയുടെ അനുഭാവികളായ സഹോദരങ്ങളാണല്ലോ, അവരുടെ അമ്മയോട് പോയി ചോദിക്കണം, പാചകവാതകം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അതിന്റെ സബ്സിഡി വന്നിട്ട് എത്ര വർഷമായി എന്ന്. BJP അധികാരത്തിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവര് സ്വന്തം അമ്മമാരോട് ചോദിച്ചാൽ അവരുടെ പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. അല്ല പാർട്ടിയെ കുറിച്ചല്ലാന്ന്, പാർട്ടി ചർച്ചയല്ല, തെരഞ്ഞെടുപ്പാണ്. അതൊക്കെ ചർച്ച പിന്നെ അടുത്തൊക്കെ പറഞ്ഞതിന് ഉത്തരം പറയും. കോടി സാധാരണ അമ്മമാർക്ക് ഗ്യാസ് കണക്ഷൻ മോദിയുടെ രീതിയിൽ ഉജ്ജ്വല യോജന, അതെ ഉജ്ജ്വല യോജനയാണല്ലോ, അതെ ഉജ്ജ്വല യോജനയാണല്ലോ. ഉജ്ജ്വല യോജന കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാചകവാതക ഉജ്ജ്വല യോജനയ്ക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാല് കാശ് കൊടുത്തിട്ട് കൊടുക്കുന്നതാണ്, കാശ് കൊടുത്തിട്ട് വാങ്ങുന്നതാണ്, ഫ്രീ അല്ല. 10 ലക്ഷത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സബ്സിഡി ആയി വെച്ച് കൊടുക്കുന്ന നിങ്ങള് സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന അരി ഇപ്പൊ സപ്ലൈക്ക് വന്ന് റൈസ് എന്നും പറഞ്ഞ് അതിന്റെ സഞ്ചിയിലാക്കി കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഗവൺമെന്റ് റൈസ് കൊടുക്കും. ജനങ്ങൾക്ക് ആവശ്യം കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ കേന്ദ്രത്തിന്റെ അരിയും കേന്ദ്രത്തിന്റെ ഒരു സഹായവും കിട്ടാതെ ആകാശത്തേക്ക് നോക്കി നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കരുതലിലാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിച്ചത്. റേഷൻ കടയിൽ പോയി കോവിഡിന്റെ കിറ്റുമായി വരുമ്പോ ആ കിറ്റിന്റെ പുറത്ത് പിണറായി വിജയന്റെ പടം വെക്കണമെന്ന് ആ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഇവിടെ പശുക്കുട്ടി അറുത്തുകാർ ഇപ്പോഴും പറയാണ്. ശ്രീ ആഷ്മി, ഞാൻ പല മാറിയിട്ടില്ല. അതുകൊണ്ട് ഇവര് BJP എന്ന് പറയുന്ന പാർട്ടി സംഘപരിവാറും ശബരിമലക്ക് പോകുന്ന അയ്യപ്പനെ കഴുത്തറത്ത് കൊന്നവരാ. അയ്യോ, എന്റെ നാട്ടിൽ എന്റെ കൂടെ പഠിച്ചവനെയാ കൊന്നത്, അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ അടുത്തറത്ത് കൊല്ല RSSകാരാ. മനുഷ്യനെ നിങ്ങളെന്ന് നമുക്കറിയാം. അതായത് റിജിലിന്റെ സുഹൃത്തിനെയല്ല, DYFIയുടെ നേതാവായിട്ടുള്ള സഖാവ് മനോജ് ബോംബെറിഞ്ഞ് കൊന്നവരാണ് ഈ RSS. മനോജ് അയ്യപ്പനായ മനോജിനെ കൊന്നോ? മതേതരം പറഞ്ഞു നടക്കുന്ന കൊന്നിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്റെ കൂടെ പഠിച്ചവനാണ്, ഞങ്ങളെ കളിക്കൂട്ടുകാരനാണ്. അവന്റെ അമ്മ CPM നേതാവാണ്. ആ വീട്ടിനകത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ കണ്ടെത്താൻ പോയ സമയത്ത് കാണാതിന്റെ പേരിൽ രാഷ്ട്രീയപരമായി വലിയ ബന്ധമൊന്നുമില്ലാതെ ചെറുപ്പക്കാരൻ മാലയിട്ട് ശബരിമലക്ക് പോകാൻ വ്രതമെടുത്ത് ഉറങ്ങുന്ന സമയത്ത് അവനെ കഴുത്തറത്ത് കൊന്ന് ഞാനും അവന്റെ വീട് അവരാണ് മിണ്ടാപ്രാണിക്ക് വേണ്ടി കരയുന്നത്. ഈ നാട്ടിനകത്ത് ആളുകളെ ഭക്ഷണത്തിന്റെ പേരിൽ പച്ച മനുഷ്യന്മാരെ രാജ്യത്ത് കൊല്ലുന്നവരാരാ? അത് RSS സംഘപരിവാർ തീവ്രവാദികളാണ്. അവർക്കെതിരെയുള്ള പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. RSS മോശമൊന്നുമില്ല, ആണോ? അല്ല കണക്കെടുത്താ നിങ്ങളാ മുന്നില്, അല്ലേ? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും രാഷ്ട്രീയത്തിനെതിരെ മുട്ടുമടക്കാതെ പൊരുതിയ പ്രസ്ഥാനം തന്നെയാണ്. കന്നുകാലികളെ, കന്നുകുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലൻ രാഷ്ട്രീയം, കാലൻ നേതാവ് ഇവര് തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നവരാ. BJPയുടെ നേതാവ്, BJPയുടെ നേതാവാണ് സംഗീത് ശോഭനാണ്. വായിക്ക് വന്നത് കോതക്ക് പറയാൻ തുടങ്ങി. ഇവിടെ ഇപ്പോ ഒരാൾ മരിച്ചപ്പോ
ഒരാൾ പറയുന്നത് അല്ല, കോൺഗ്രസ്സുകാരനാണ്, ഓക്കേ, മറ്റൊരാൾ പറയുന്നത് മാർക്സിസ്റ്റുകാരാണ്. ഒരാളെ കൊന്നു. അല്ല, ഒരാളെ കൊന്നു. ഒരാളെ കൊന്നു ഉറപ്പാ. അല്ല ഒരു ബോധ്യമില്ലാതെ ശരി. ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്ത് ഇവർ കന്നുകാലികളുടെ കൂടെയാണ്, മനുഷ്യരുടെ കൂടെയല്ല. മനുഷ്യപക്ഷത്തിൽ നിൽക്കുന്ന ആരോടാ ചോദ്യം ആരോടാ? CPM-ന്റെയും BJP-ന്റെയും നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഇന്ന് ഇന്ത്യ രാജ്യത്ത് കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തിന്റെയും അതുപോലെ നമ്മുടെ കേരളത്തിൽ 10 വർഷത്തിനുള്ളിൽ വില കയറൂല, ദേശാഭിമാനിൽ അക്ഷരത്തിൽ വില കയറൂല എന്ന് പറഞ്ഞു. ഇന്ന് ഏത് സ്ഥാപനത്തിൽ സപ്ലൈ ഓയിലായാലും സാധനത്തിന് വില കയറ്റിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതം സാധനം ഇല്ല പോയാല് അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി CPM-ന്റെ നേതാക്കന്മാരോ മന്ത്രിമാരോ ഇല്ല. അവരിങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. അതുപോലെ കേന്ദ്രത്തിൽ BJP മതത്തിന്റെ പേരും ജാതിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയ വോട്ട് ബാങ്ക് നടത്തി മുന്നോട്ട് പോവുകയാണ്. അവരെ ഇന്ത്യയിലുള്ള എത്ര പൊതുമേഖലാ സ്ഥാപനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ വിറ്റ് 63% സ്ഥാപനങ്ങൾ ഉണ്ടായി. അതിൽ 23 സ്ഥാപനം വിറ്റ് സ്വകാര്യവൽക്കരണം. എന്താ ചേട്ടാ ഫോട്ടോസാർ എന്താ പറഞ്ഞേ? കേരി കിട്ടിയോ? കേരി. പിന്നെ ഇപ്പൊ നമ്മള് സപ്ലൈക്കോയിൽ പോയാല് പഴയ കാലത്തെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് നോക്കേണ്ടി വരും ഇത് ഏതാ സ്ഥലം. അങ്ങനത്തെ അവസ്ഥയെത്തി. കാരണം ഒരു സാധനങ്ങളില്ല സപ്ലൈക്കോയിൽ. ഇവർ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ പെൻഷന്റെ നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർ, ദിവ്യന്റെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ട്. ദിവ്യ ചോദിക്കണം വീട്ടിൽ പോയിട്ട് പ്രായമുള്ള ആൾക്ക് എത്ര മാസമായി ശമ്പളം പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പെൻഷൻ കിട്ടിയോ? ഇല്ല. ഓക്കെ, അപ്പോ അല്ല ഇവിടുത്തെ പെൻഷൻ വാങ്ങുന്ന ആളാണോ അദ്ദേഹം? ആണോ? പെൻഷൻ വാങ്ങുന്ന ആണോ അദ്ദേഹം? ആണോ? പറയൂ. കിട്ടിയോ? പെൻഷൻ കിട്ടിയോ? പെൻഷൻ വാങ്ങുന്ന ആളാണോ? പെൻഷൻ കിട്ടിയോ? കിട്ടിയോ? പെൻഷൻ ഇല്ലാത്ത ആളോട് ഇല്ല. അല്ല പെൻഷൻ പഠിക്കുന്ന അല്ലല്ല ഞാൻ പറട്ടെ. അല്ല ഇപ്പൊ അല്ല ഇവിടെ പെൻഷൻ കിട്ടാത്തവരുണ്ട്. സപ്ലൈക്കോ സാധനം ഇല്ലാത്ത സത്യമാണ്. ഇപ്പൊ ആ ചേട്ടൻ പെൻഷൻ വാങ്ങിച്ചാലും ഇല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തവരുണ്ട് അല്ലേ? സപ്ലൈകോയിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ അവസരം എന്താ? സപ്ലൈകോയിൽ സാധന കുറവുണ്ട്. പെൻഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ മുടങ്ങിയിട്ടുണ്ട്. കർഷക തൊഴിലാളി ശരി വരും. അതായത് റിജിലിന് ഇത് കേൾക്കാൻ വേണ്ടി പോലുമുള്ള ഒരു ക്ഷമയില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് എന്താ പ്രശ്നം? കേൾക്കൂ നിങ്ങള്. കേട്ടിട്ട് നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം, അവസരം കൊടുക്കാം. അതായത് കേരള ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട സഹായം നിഷേധിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പോലും അത് സമ്മതിച്ചതാണ്. ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗം നടത്തിയിട്ട് കേരളത്തിന് ഇനി ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയതിനു ശേഷം സുപ്രീം കോടതി പോലും കേരളത്തിന് അർഹമായത് നൽകണമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിന് ലഭിക്കാനുള്ള നെൽകർഷകർക്ക് ലഭിക്കാനുള്ള തുക കൂടി സംഭരണവുമായി ബന്ധപ്പെട്ട് 800 കോടിയിലധികം തുക നമുക്ക് ലഭിച്ചു എന്ന വാർത്ത കൂടി വന്നതാണ്. ഇപ്പൊ കേന്ദ്രം നമുക്ക് പണം തരാനുണ്ട്, നമ്മളെ ഞെരുക്കുകയാണ്, അത് യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ ഞാൻ പറയട്ടെ, അതിനിടയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകാൻ വേണ്ടി നമ്മുടെ സർക്കാർ പരമാവധി പ്രതിജ്ഞാബദ്ധമാണ്, ശ്രമിക്കുന്നുണ്ട്. 200 കോടി രൂപ സപ്ലൈകോയിൽ സാധനം വരുത്തുന്നതിന് വേണ്ടി ഇപ്പൊ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. പെൻഷന്റെ കാര്യം പൂർത്തിയാവട്ടെ. പെൻഷൻ
റിജിലിന്റെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് 28 ലക്ഷം ആളുകൾക്ക് കൊടുത്ത 600 രൂപയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപയാണ് കൊടുക്കുന്നത്. 1600 രൂപ. 12 ലക്ഷം കാലത്ത് 34 ലക്ഷം ആളുകൾ 75 വയസ്സിന് പൂർത്തിയായ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയത്. ഹലോ കുടിശ്ശിക വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം 5 കൊല്ലം സുധാകരൻ എവിടെയായിരുന്നു? കണ്ണൂരിലുണ്ടായിരുന്നു. എവിടെ സുധാകരൻ? നിങ്ങളൊക്കെ കളക്കാന്നല്ലേ 152 കോടി രൂപയുടെ പദ്ധതി ഈ കണ്ണൂർ വഴി കളച്ചു കൊണ്ടുവന്ന എംപിയാണ് സി കെ സുധാകരൻ. അവിടെ പോയി മോദിയോട് അടികൂടി ഇന്ത്യൻ പാർലമെന്റിൽ അല്ല 50% അറ്റൻഡൻസേ ഉള്ളൂ. 50% 50% ഉള്ളൂ. ഏറ്റവും കുറവുള്ള എംപിമാർ ഒരാളാണ്. പുറത്താക്കപ്പെട്ട എംപിയാ കെ സുധാകരൻ. 152 കോടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടെ കൊണ്ടുവന്നു? അതായത് 18 അപ്പൊ രാഷ്ട്രീയ വികസനമൊക്കെ ചർച്ചയാവുകയാണ്. നമ്മൾ തിരികെ എത്തും. ചെറിയൊരു ഇടവേള. എന്താ ഹാജർ നില 50%, നിയമനിർമ്മാണ ചർച്ച 1, ബജറ്റ് ചർച്ച 0, ശൂന്യവേള 8. ശരി, അതെ. അപ്പൊ സായാഹ്ന ചൂടിനേക്കാൾ വലിയ ചൂടിൽ നമ്മുടെ ചർച്ച അങ്ങനെ പുരോഗമിക്കുകയാണ്. ശ്രീ കെ വിനോദ് കുമാർ, ഇവിടെ ഇന്ധനവിലയെ കുറിച്ച് ചർച്ച വന്നു. ഇന്ധനവില റോക്കറ്റ് പോലെ മേപ്പോട്ടെ കുതിക്കും. അപ്പോഴൊക്കെ കേന്ദ്രം പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇന്ധന കമ്പനികളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കൃത്യം കുറയും. എങ്ങനെയാണത്? ഞാൻ വരാം. ഞാൻ വരും. അതായത് അതെങ്ങനെയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ മാത്രമേ നേതാവ് സബ്സിഡി ഇല്ല എന്ന് വലിയ പ്രയാസപ്പെട്ട് പറയുന്ന കേട്ടു. സപ്ലൈകോയില് സബ്സിഡി ഇല്ല, സാധനവും ഇല്ല. പാവങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള സപ്ലൈകോയിൽ കിട്ടിയ കാലാകാലം കിട്ടിയിരിക്കുന്ന ആനുകൂല്യം പോലും ഇല്ലാതാക്കിയ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രതിനിധി അവരുടെ അപേക്ഷയെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ ഞാൻ മാനിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത്, ദിവ്യയുടെ പാർട്ടി CPM കൂടി പിന്തുണച്ച റിജിൽ മാക്കുറ്റിയുടെ ഭരണമുണ്ടായിരുന്നു 2004 മുതൽ. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് 10 വർഷം ഇറങ്ങി പോകുമ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് എണ്ണ കമ്പനികൾക്ക് ഇന്ത്യ ഗവൺമെന്റിന് മേൽ. 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അന്ന് ഭീമമായ പറയട്ടെ, അന്ന് ഉണ്ടായിരുന്ന പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും ഉണ്ടായ ഭീമമായ വർധനവിനെതിരെ ശക്തമായി സമരം നടത്തിയവർ തന്നെയാണ് BJP. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു സർക്കാരിന്റെ കെടുകാര്യസ്ഥയാണ് ഇതിന് കാരണമെന്ന്. 2 ലക്ഷം കോടി രൂപ ഇവിടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, UPAയുടെ ഗവൺമെന്റ്, കോൺഗ്രസും CPM ചേർന്ന് ഭരിച്ച കാലത്ത് ഉൾപ്പെടെ നടത്തിയ ബാധ്യത, ആ ബാധ്യത പലിശ മാത്രം കോടിക്കണക്കിന് രൂപയാണ് ഇന്നത്തെ. എത്ര അടച്ചു പറയാമോ? ചുമ്മാ പറയുന്നതാണ്. അങ്ങനൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണ്. എത്ര അടച്ചു തീർത്തു? ശരി, അവിടെ ക്രൂഡ് ഓയിൽ വില ശരി, പക്ഷെ അവിടെ ഒരു ക്രൂഡ് ഓയിൽ വില കുഴി കിടന്ന സമയത്ത് നമുക്ക് അതിന് ഗുണം കിട്ടിയിട്ടില്ല. ക്രൂഡ് ഓയിൽ വില ഇല്ല. എത്ര അടച്ചു? എത്ര തിരിച്ചടച്ചു? റഷ്യ ഉക്രൈൻ അതൊക്കെ ഇപ്പോഴല്ലേ സാർ? അപ്പൊ ഇലക്ഷൻ ആകുമ്പോ കുറയുന്നത് എങ്ങനാ? അപ്പൊ കണ്ണിപ്പൊടിയോടല്ലേ? കൃത്യ ഇലക്ഷനിലെ കുറയും. എല്ലാ ഇലക്ഷൻ കുറയും. ഉണ്ടാക്കി വെച്ച ബാധ്യത അതിന്റെ പലിശ അടക്കം നിർവഹിക്കുന്നതോടൊപ്പം എത്ര രൂപ വർദ്ധിക്കാതെ സാഹചര്യം തിരിച്ചടച്ചെന്നറിയോ?
എത്ര തിരിച്ചടിച്ചെന്ന് അറിയോ? വർദ്ധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ചുമ്മാ പറയുന്ന സാധനം ഇതൊക്കെ. അതൊന്നും അല്ല. അതെ, ഓക്കേ. 2 ലക്ഷം കോടി രൂപയ്ക്ക് ബാധ്യത കോൺഗ്രസ് ഗവൺമെന്റ് ആക്കി വന്നതിൽ എത്ര അടച്ചു? ഇവിടെ വിഷയം അല്ല, ഇപ്പൊ എത്ര ബാധ്യത? ഇപ്പൊ എത്ര ബാധ്യത? സബ്സിഡി ഇവിടെ 100 രൂപ ഇപ്പോൾ കുറഞ്ഞില്ലേ? അതായത് ഇലക്ഷൻ ആ ഓക്കെ ഇലക്ഷന് മാത്രം അതിന് മുമ്പായി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം സബ്സിഡി കൊടുക്കുന്നുണ്ടോ? സാധനങ്ങളുടെ വില കുറക്കുന്ന പാരമ്പര്യം ശരി ശരി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ചോദ്യം സുഹൃത്തുക്കളെ, പിന്നെ നിങ്ങൾ 3 പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണെന്നറിയാം. അതിലൊരു പ്രസ്ഥാനത്തിന്റെ അടിയുറച്ചൊരു വിശ്വാസം കൂടിയാണ് ഞാൻ കരുവള്ളൂർ ഓണക്കുന്നിലാണ് എന്റെ സ്വദേശം. ഞാൻ പെരികോം ഞെക്ലിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇവിടെ കണ്ണൂർ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇതില് അത്രേ ഉള്ളൂ. ചോദ്യമൊന്നുമില്ല, പറഞ്ഞു. അല്ല, പറയാനുണ്ട്. പിന്നെ മൈക്കരുത്. ചേട്ടൻ പറ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ 1986 SLC കഴിഞ്ഞ ഉടനെ ഇവിടെ തൊഴിലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയ ഒരു വ്യക്തിയാണ്. ഇപ്പൊ 1.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. പറയുന്ന കേൾക്കും സുഹൃത്ത്, നിങ്ങൾ ഇതാണ് നിങ്ങളെ ഈ മീഡിയേറ്ററിലുള്ള പ്രശ്നങ്ങൾ. പറയുന്ന കേൾക്കും. ഞാൻ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ തിരിച്ചിപ്പോ നാട്ടിലെത്തിയപ്പോഴും ഈ പണ്ടേ ഉള്ള അതേ അവസ്ഥയാണ് മാത്രമേ ഉള്ളൂ. വ്യക്തമായി ചേട്ടാ പറഞ്ഞു വ്യക്തമായി. പിന്നെയും ആൾക്കാർ നിൽക്കല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പെൻഷൻ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങള് പ്രവാസികൾക്ക് മാസം പൈസ അടച്ചിട്ട് ഞങ്ങൾക്കൊരു പിന്നെ ആ ഒരു വർഷം കഴിയുമ്പോൾ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും നോക്കിയപ്പോഴും നമ്മൾ ആ പഴയ ഒരു കാലഘട്ടത്തിൽ തർക്കം മാത്രമാണ് ഇപ്പോഴും ഇവിടെ. ലോകം എവിടുന്നോ എനിക്ക് 3 പ്രസ്ഥാനത്തിനോടും ചോദിക്കാൻ ഞാൻ നല്ലൊരു ഉറച്ച കൂടിയാണ്. എന്നാലും ആ കിട്ടിയ ഒരു പ്രവാസ പെൻഷനിൽ സഖാവ് പിണറായി വിജയൻ വന്നതിന് ശേഷം ആ പറഞ്ഞെടുത്തുന്നു ഞങ്ങൾ ഇനിയും 5000 രൂപ പെൻഷൻ കിട്ടണം. പ്രിയപ്പെട്ട ദുബായിലുള്ള എല്ലാ പ്രവാസികൾക്കും ഇവിടെ ദൈവം നമുക്ക് 150 കോടിയുടെ വികസനം ഉണ്ടെന്ന് പറഞ്ഞ MP ഫണ്ട് ആ വികസനം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ശ്രീമതി ടീച്ചർ 5 കൊല്ലായിരിക്കുന്ന സമയത്താണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പയ്യാമ്പലം ബീച്ച്, റെയിൽവേ സ്റ്റേഷൻ 5 കൊല്ലം എല്ലാ വികസനം കെ സുധാകരൻ 5 കൊല്ലായിട്ട് എന്ത് വികസനം കണ്ണൂർ? ദിവ്യയുടെ ചോദ്യം, അതായത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആദർശമാണ്, നിലപാടാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരാ ഇവിടെ മുഖ്യമന്ത്രിക്ക് എതിരെ മത്സരിച്ച പ്രമുഖനായ സ്ഥാനാർത്ഥിയാണ് BJPയുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ ആളാണ്. ആന്റണിയുടെ മോൻ അവിടെ മത്സരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മോൻ. അപ്പൊ ഇവരെങ്ങനെയാണ് ഒരു ഉളുപ്പില്ലാതെ ഇവർ സ്വീകരിക്കുകയും ഇവർക്ക് അങ്ങനെ അങ്ങോട്ട് പോകാനും സാധിക്കുന്നത്? അതായത് 35 കൊല്ലം ബംഗാൾ ഭരിച്ച CPM-ന് പാർട്ടി ഓഫീസ് 30% പാർട്ടി ആള് വിടുന്നത് EMS, AK ജല കോൺഗ്രസ് ആണ്. അവരൊക്കെ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. കോൺഗ്രസ് ഇന്നും ഉണ്ട്. എന്റെ ചോദ്യം ഇടതുപക്ഷ എനിക്ക് ചോദിക്കാനുള്ളത്, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപാട് കേസ് നിലവിലുണ്ട്. ആ നിലവിൽ മറ്റ് സംസ്ഥാനത്തൊക്കെ കേസ് പിൻവലിച്ചിട്ടും ഇവിടുത്തെ മുഖ്യമന്ത്രി ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞ് പോകുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് 1000 ചില്ലാനും കേസ് പിൻവലിച്ചിട്ടില്ല? ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ എന്റെ കുറച്ച് വർഷങ്ങൾക്ക്, അതായത് ഞാൻ ഒരു +2 കാലഘട്ടത്തിലായിരുന്ന സമയത്ത് ഗവൺമെന്റ് സ്കോളർഷിപ്പ് തരുന്നുണ്ടായിരുന്നു. അത് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ വലിയൊരു എയ്ഡായിരുന്നു, സഹായമായിരുന്നു പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നില്ല. ചോദിച്ചു, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അടക്കം പോയി ചോദിച്ചപ്പോ കേരള സർക്കാരുകൾ ഇപ്പോ സ്കോളർഷിപ്പ് ഇനത്തിലേക്ക് ഫണ്ടുകൾ നൽകുന്നില്ല ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഈ ഗ്രാൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് പൗരത്വ ഭേദഗതിയിൽ കേസുകൾ പിൻവലിക്കാത്ത എന്താണ് ചോദ്യം?
റിജിലൊരു കാര്യം ചെയ്യേണ്ടത്, ഞങ്ങള് എനിക്ക് തോന്നുന്നു രണ്ടാളും സംസാരിക്കുമ്പോഴും ഈ ചർച്ചയിൽ ഞങ്ങള് സംസാരിക്കാൻ പോലും അദ്ദേഹം അനുവദിക്കുന്നില്ല. കാര്യം പറഞ്ഞ് പൂർത്തിയാക്കാൻ വിടുന്നില്ല. ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാണ്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില അക്രമങ്ങൾ നടന്ന സമയത്ത് ആ അക്രമവുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളിൽ 75% കേസുകളും തള്ളിക്കളഞ്ഞു. കുറച്ച് കേസുകൾ ബാക്കിയുണ്ട്. കേൾക്കോ, ഞാൻ പറയട്ടെ. അപേക്ഷ നൽകാൻ ബാക്കിയുള്ളവരുണ്ട്. ചെറിയ ന്യൂനപക്ഷ വിഭാഗത്തിലെ മുഴുവൻ കേസുകളും ഒരു കാര്യം, പൗരത്വ ഭേദഗതി നിയമം അവിടെ പാസ്സാക്കുമ്പോ അവിടെ ഓന്തിനെ പോലെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് എത്ര കേസ് നിങ്ങൾ തള്ളി എന്നല്ല ചോദിക്കേണ്ടത്. ഒരു മാധ്യമ പ്രവർത്തകനോട് പറയാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരു മാധ്യമ പ്രവർത്തകനെ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതാ. പള്ളി ആക്രമിച്ച പള്ളി, മുസ്ലിം പള്ളി ആരാധകർക്ക് പള്ളിയിലേക്ക് ആക്രമണം നടത്തിയ ആളാ എം.വി. ജയരാജൻ. ശബരിമലയിലെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് സ്ത്രീകളെ ആക്ഷേപിച്ചത് എം.വി. ജയരാജൻ. കേരളത്തില് ശബരിമല പ്രക്ഷോഭ സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഗവൺമെന്റ് പരിശ്രമിച്ചപ്പോ ആയിരക്കണക്കിന് പേരുടെ അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ കേസെടുത്തിരുന്നു. ഒരു കേസ് പോലും പിൻവലിക്കാതെ പൗരത്വ ഭേദഗതി പേരിൽ 70% പിൻവലിച്ചു എന്ന് പറയുന്നത് എന്ത് പ്രീണനമാണെന്ന് ജനങ്ങൾ ചോദ്യമുണ്ട്. അതോടൊപ്പം അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ എന്തും ചെയ്യാമെന്നുള്ള കേരളത്തിലെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് ധാർഷ്ട്യവും ഇവിടെ പ്രകടമാണ്. ശബരിമലയിൽ മരുമകന്റെ അഴിമതി ഇതാണ് കേരളത്തിൽ ആളുകൾക്ക് ഇപ്പൊ പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ അവിടെ പിന്നെ സ്വർണ്ണ കിരീടം സമർപ്പിച്ചല്ലോ ആര്, സുരേഷ് ഗോപി. ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് ഇതാ മണിപ്പൂരിൽ ഈസ്റ്റർ ദിവസം അവിടെ പിന്നെ അവധി ദിവസമായ ഈസ്റ്റർ ദിവസം അവധി നിഷേധിച്ചുകൊണ്ട് അവിടെ ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം പൂർവാധികം ശക്തിയോട് അല്ല മണിപ്പൂർ ഈസ്റ്ററിന് അവധിയില്ല. മണിപ്പൂർ ഈസ്റ്ററിന് അവധിയില്ല. അത് സത്യം, അത് സത്യം പറഞ്ഞു. ശരി. നമ്മുടെ അവസാന മിനിറ്റുകളാണ്. ശ്രീമതി പി ദിവ്യ, ഇവിടെ
കെ സുധാകരനെതിരെ ആന്റി ഇൻകംബൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും പ്രതിപക്ഷം. ഏത് ഭരണവിരുദ്ധ വികാരത്തിനാകും കണ്ണൂരിൽ എതിർവോട്ട്? കണ്ണൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാരും BJP-കാരും മാത്രം പറയുന്നു, ജനങ്ങൾക്കിടയിലില്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കണ്ണൂരിൽ മാത്രം നടന്ന വികസനങ്ങൾ അത് കണ്ണൂരിലെ ജനങ്ങൾക്ക് അനുഭവമാണ്. നേരത്തെ പറഞ്ഞല്ലോ ദേശീയപാതയുടെ കാര്യം, 5600 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അടച്ചപ്പോഴാണല്ലോ ദേശീയപാതയുടെ പണി ഇടതുപക്ഷം വന്നപ്പോഴാണല്ലോ ഈ പ്രവൃത്തി ഇവിടെ നടക്കുന്നത് കണ്ടത്. ഇവിടെ പല വികസന പദ്ധതികളും ഇവിടെ നേരത്തെ കെ സുധാകരൻ MPയുടെ വികസന പദ്ധതി പറഞ്ഞല്ലോ. നേരത്തെ ശ്രീമതി ടീച്ചർ MP ആയിരുന്ന സമയത്ത് 400 കോടി ഇവിടെ റോഡ് ഫണ്ട് മാത്രം നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ കണ്ണൂരിനകത്ത് 3 പ്രധാനപ്പെട്ട കുളങ്ങൾ ഉൾപ്പെടെ നവീകരിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും 1,600 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോ വലിയ വിപ്ലവമാണ് വികസനത്തിന്റെ ഇവിടെ നടക്കുന്നത്. ആ വിപ്ലവം മണിപ്പൂരിലെ അവിടെ മണിപ്പൂരിൽ പ്രശ്നമായപ്പോ അവധി പ്രഖ്യാപിച്ചോ ഈശ്വർ ദുഃഖവിളി ഞാൻ പറയുന്നത് ബി.ജെ.പിയുടെ സർക്കാർ എങ്ങനെയാണ് ക്രിസ്തീയ സമുദായത്തെ കാണുന്നത് തെളിവാണ്. ഇപ്പൊ ഇടപെട്ടോണ്ടാണ് പിൻവലിച്ചത് ഈസ്റ്റർ ദിവസത്തിൽ, അതാണ് അവരുടെ നിലപാട്. ഈ കണ്ണൂർ ഉൾപ്പെടെ കെ സുധാ ഞാൻ പറഞ്ഞു വന്നതുപോലെ അടിസ്ഥാന വികസനത്തിന് അദ്ദേഹത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ 17.41 കോടി ചെലവഴിച്ചു. ആരോഗ്യ മേഖല 1.53 കോടി, വിദ്യാഭ്യാസ മേഖല 1.37 കോടി, 1 കോടി, കായിക മേഖല 63 കോടി. ബിജെപിക്ക് എത്ര വോട്ട്? കേരളത്തിലെ വികസനത്തിന് വേണ്ടി സ്ഥലം ചെയ്യുമ്പോൾ 25% തുക തരുമെന്ന് പറഞ്ഞിട്ട് അവസാനം സ്വാഹ എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിലെ തുക അടച്ചതിന് ശേഷമാണ് ദേശീയപാതയുടെ പണി ആരംഭിച്ചത്. കള്ളം പറയരുത്. 5600 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അടച്ചു. കേരളത്തിൽ അഴിമതി ഭരണമാണ്. കേന്ദ്രത്തിൽ ബിജെപിക്ക് എത്ര വോട്ട്? ബിജെപി വാങ്ങുന്നു. രഘുനാഥ് കണ്ണൂർ ജയിക്കും. നമ്മുടെ ചർച്ചയുടെ സമയം കഴിയുകയാണ്. അപ്പൊ വീറും വാശിയുള്ള ചർച്ച. അപ്പൊ ഗുഡ് ബൈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബൈ.